ആരംഭ ഹബീബിന്റെ ആശിഖീങ്ങളിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. ആരംഭ ഹബീബിനോട് ഇഷ്ക് വെക്കുന്നവരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ആരാണ് ആ ഹബീബായ പ്രവാചകൻ? ലോകത്ത് മാറ്റത്തിന്റെ കാഹളം മുഴക്കിയ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ വിശ്വവിമോചകൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സവിശേഷ ഗുണങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ മഹത്വങ്ങളെ സംബന്ധിച്ച്, ഹബീബായ പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോ ധാരാളം പറയാനുണ്ട്. അവിടുത്തെ സ്വഹാബത്ത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടുത്തെ നടത്തം, ഇരുത്തം, സംസാരം, അവിടുത്തെ കിടത്തം, അവിടുത്തെ നോട്ടം, അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ ജീവിത രീതി എല്ലാം കൃത്യമായി സ്വഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രത്തോളം അവിടുത്തെ ഭംഗി, അവിടുത്തെ ശരീരഘടന എല്ലാം ഹബീബായ നബി തങ്ങളെ ഖുസൂസിയാത്ത്. നമ്മൾ ഇന്നലെ പ്രതിപാദിച്ചത് അതാണ്. ഫഅഹ്സന മിൻക ലം തറ ഖത്തു ഐനുൻ ഫഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ആരംഭ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ഫഅഹ്സന മിൻക ലം തറ ഖത്തു ഐനുൻ. നബിയെ, അങ്ങേക്കാൾ ഉത്തമരായ, അങ്ങേക്കാൾ ശ്രേഷ്ഠരായ ഒരാളെയും ഒരു കണ്ണും കണ്ടിട്ടില്ല. ഹബീബായ നബി തങ്ങൾ അഹ്സനായ ആളാണ്, ഏറ്റവും മെച്ചമായ ആളാണ്. സ്വഭാവത്തിൽ നോക്കുകയാണ്, നബി തങ്ങളെ കവച്ചു വെക്കാൻ ഒരാളില്ല. നബി തങ്ങളൊരു യുദ്ധഭൂമിയിലാണെങ്കിൽ ഏറ്റവും നല്ല യോദ്ധാവാണ്. ഭാര്യമാർക്കിടയിലാണെങ്കിൽ ഏറ്റവും നല്ല ഭർത്താവാണ്. കുടുംബാതിഥികൾക്കിടയിലാണെങ്കിൽ ഏറ്റവും നല്ല ഉത്തമനായ കുടുംബക്കാരനാണ്, കുടുംബനാഥനാണ്. അനുയായികൾക്കിടയിലാണെങ്കിൽ ഏറ്റവും ഉത്തമനായ നേതാവാണ്, മാതൃകാ പുരുഷനാണ്. എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, അങ്ങ് ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടാണ് കല്ലെറിഞ്ഞവർക്ക് മാപ്പ് കൊടുത്തത്. കല്ലെറിഞ്ഞവരെ, കൂക്കി വിളിച്ചവരെ മാപ്പ്. ഇദ്ഹബൂ അൻതുമുത് തുലഖാ. ഫതഹിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചത് ഏറ്റവും ഉദാത്തമായ പ്രഖ്യാപനമാണ്. നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ പൊയ്ക്കൊള്ളുക. അൻതുമുത് തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മക്കം ഫതഹിന്റെ സമയത്ത് പറഞ്ഞില്ലേ? എല്ലാ നിലക്കും അവിടുത്തെ കല്ലെറിഞ്ഞവർക്ക് മാപ്പ് കൊടുത്തോ ആ ഹബീബായ പ്രവാചകൻ. അങ്ങനെ എല്ലാ നിലക്കും അതാണ് ഫഹ്സന മിൻക ലം തറ ഖത്തു ഐൻ. വിധങ്ങളെക്കാൾ മെച്ചമായ ഒരാളില്ല. ആ ഹബീബായ പ്രവാചകൻ, അവിടുത്തെ സ്വഭാവം ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമായതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇൻ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, അങ്ങ് പരുഷ സ്വഭാവത്തിന്റെയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ, അങ്ങ് കടുകട്ടിയുള്ള കടുത്ത ഹൃദയനായിരുന്നുവെങ്കിൽ, അനുയായികളെ ചീത്ത പറയുന്ന ഒരു സദസ്സിൽ ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു തങ്ങളെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക, തങ്ങളെ ചുറ്റുഭാഗത്തൊരാളും ഉണ്ടാകുകയില്ല. നബിയെ, അങ്ങയുടെ ചുറ്റിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകും, അങ്ങയുടെ കൂടെ ആളുണ്ടാവില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകത എന്താ? ഹബീബായ പ്രവാചകൻ ഒരു സദസ്സിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ പ്രത്യേക അട്രാക്ഷനാണ്. ഹബീബായ നബി തങ്ങളെ ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നു. അവിടുത്തെ സ്വഭാവ മഹിമാത്രമാണ്. അവിടുന്ന് ഏറ്റവും നല്ല സ്വഭാവക്കാരന്റെ ലക്ഷണമായി പറഞ്ഞത് ലാ തഗ്ലബ്, ലാ തഗ്ലബ്, ദേഷ്യം പിടിക്കരുതെന്നാണ്.
ഹബീബായ നബി തങ്ങൾ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ആളല്ല. അവിടുന്ന് വളരെ മൃദുവായി സ്നേഹവാത്സല്യത്തോടെ പെരുമാറിയവരാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ സദസ്സിൽ ഒരു 10 ആളാണ് കൂടിയതെങ്കിൽ അത് 1000 ആകും, അത് 10,000 ആകും, അത് ലക്ഷമാകും. കാരണം അങ്ങനെയാണ്. നബിയെ അങ്ങ് പരുഷ സ്വഭാവക്കാരനല്ല, അങ്ങ് കടുത്ത ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്ത് ആളുകൾ പിന്മാറുമായിരുന്നു, ആളുകൾ പോകുമായിരുന്നു. ആ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ വെട്ടാമെന്നവന് മാപ്പ് കൊടുത്തില്ലേ? ത്വായിഫിന്റെ മണലാരുണ്യത്തിനോട് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി പോയ പ്രവാചകനെ കല്ലെറിഞ്ഞപ്പോൾ ത്വായിഫുകാർക്ക് മാപ്പ് കൊടുത്തില്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്? അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ അവിടുത്തെ ഹുസൂസിയാത്ത് മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫജ്മല മിൻക ലം തലിദിൻ നിസാഉ, നബിയെ അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഭംഗിയുടെ വിഷയത്തിൽ നബിയെ കവച്ചു വെക്കാൻ ഒരാളില്ല. ഏതു മേഖലയിലും അല്ലാഹുവിൻ്റെ റസൂൽ എത്രത്തോളം അവിടുന്ന് ഒരു സദസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രകാശമാണ്, ആവശ്യമുള്ള സമയത്ത് വെളിച്ചം. ഹബീബായ നബി തങ്ങളെ കുറിച്ച് മഹാന്മാര് പോലും രേഖപ്പെടുത്തിയത് നമ്മുടെ മൗലിദിലൊക്കെ പറയുന്നുണ്ടല്ലോ, അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗഖ നൂർ അൻത ഇക്സീറുൻ വഗാലി അൻത മിസ്ബാഹുസ് സുദൂർ. അൻത ശംസുൻ നബി അങ്ങ് സൂര്യനാണ്, അൻത ഖമറൻ അൻത തങ്ങൾ ചന്ദ്രനാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കവച്ചു വെക്കുന്ന പ്രകാശത്തിന്റെ ഗോപുരമാണ് നബിയെ അങ്ങെന്ന് പരിശുദ്ധ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി വസിറാജം മുനീറാ. നബിയെ അങ്ങ് കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്. ആയിഷത്തു സിദ്ദീഖ പറയുകയാണ്, അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മണി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, ആരംഭ റസൂലുള്ളാഹി തങ്ങളൊരു റൂമിലേക്ക് കടന്നു വന്നാൽ ഞാൻ രാത്രിയിൽ വസ്ത്രം ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ സൂചി ഒന്ന് നിലത്തേക്ക് പോയി. മെഴുകുതിരി വട്ടത്തിൽ ഞാൻ കത്തിച്ചു വെച്ചതായ ലൈറ്റ് അണഞ്ഞുപോയി. ഹബീബായ നബി തങ്ങൾ ആ സമയത്ത് എൻ്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോ ആ ഇരുട്ടുള്ള റൂമിൽ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, സൂചി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ അങ്ങ് വന്നപ്പോ അവിടുത്തെ പ്രകാശം കൊണ്ട് ഞാൻ ആ സൂചി എടുക്കുകയാണെന്ന് സയ്യിദാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണത്. അവിടുന്ന് വെളിച്ചമാണ്, അവിടുന്ന് പ്രകാശമാണ്. മാത്രമല്ല അള്ളാന്റെ ഹബീബിന്റെ പ്രത്യേകതകൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സഹാബത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും കോട്ടുവ ഇടാറില്ല. നമ്മളൊക്കെ കോട്ടുവ ഇടാറുണ്ട്. ലം തസാഉബ് അഹദാ, നബി തങ്ങൾ ഒരിക്കലും കോട്ടുവ ഇട്ടിട്ടില്ല. അവിടുത്തെ ശരീരത്തിൽ ഈച്ച ഇരിക്കില്ല, കൊതുകിരിക്കില്ല. നമ്മളെ ശരീരത്തിൽ എത്ര തവണ നമ്മുടെ ശരീരത്തിൽ നിന്ന് പലതും കൊണ്ടുപോവാൻ കൊതുകും ഈച്ചയും വന്നിരിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഈച്ച പോലെയുള്ള ജീവികൾ ഇരിക്കാറില്ല. ഹബീബായ നബി തങ്ങളുടെ പ്രത്യേകതയിൽ മഹാന്മാർ എണ്ണിയതാണ് അവിടുത്തെ ഖുസൂസിയാത്തിൽ. അവിടുന്ന് ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ ആമിന ബീവി പ്രസവിക്കുമ്പോ